ഇന്ത്യൻ ടീമിന്റെ അഹങ്കാരം മാറിക്കിട്ടിയെന്നാണ് ആരാധകർ പറയുന്നത്. അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ച സഞ്ജുവിനെയാണ് ശ്രീലങ്കൻ ഏകദിനത്തിൽ നിന്ന് പുറത്താക്കിയത്. ഇപ്പോഴത്തെ ശ്രീലങ്ക പരമ്പര നേടുകയും ചെയ്തു. ഇന്ത്യ ഇന്ന് മൂന്നാം ഏകദിനത്തിൽ നാണം കെട്ട് തോറ്റു. 138 റൺസ് എടുത്ത് ഇന്ത്യ ഓൾ ഔട്ടായി. ഇന്ന് ഇന്ത്യ തോറ്റ ശേഷം ഇതിഹാസ താരങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ തോൽക്കാനുണ്ടായ പ്രധാന കാരണങ്ങളാണ് ഇതിഹാസ താരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യ പ്രധാനമായിട്ടും ബാറ്റിംഗിലാണ് ശ്രദ്ധിക്കേണ്ടത്. രോഹിത് ശർമ്മ മികച്ചവനാണ്. രോഹിതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അവനെ മാറ്റി നിർത്താം. ബാക്കിയുള്ള താരങ്ങളാണ് ഇന്ത്യക്ക് പണിയാവുന്നത്. രാഹുലും ശ്രേയസും ഒക്കെ എന്തിനാണ് ടീമിൽ? അവരെ ടീമിൽ നിന്ന് ഒഴിവാക്കണം. ഇനി ഇന്ത്യ തോറ്റ രണ്ടാമത്തെ കാരണം അവർ പറയുന്നത് സഞ്ജുവിനെ കൊണ്ടുവരാത്തത് കൊണ്ടാണ്. സഞ്ജുവിനെ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കുന്നത്. രാഹുലിനെ മാറ്റി നിർത്തി സഞ്ജുവിനെ അവസരം കൊടുക്കൂ. അവൻ മികച്ച കളി കാഴ്ചവെക്കുമെന്ന് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. മൂന്നാമത്തെ ഒരു കാരണമായി അവർ പറയുന്നത് പിച്ചാണ്. ശ്രീലങ്കൻ പിച്ചിൽ ഇന്ത്യക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇന്ത്യൻ ടീം കളി മറന്നിരിക്കുകയാണ്. ഏകദിന വേൾഡ് കപ്പിന്റെ ഫൈനലിലെത്തിയ ടീമാണ് ഇന്ത്യ. അവരിങ്ങനെ 138 റൺസിൽ ഓൾ ഔട്ട് ആയത് ശരിക്കും ഞങ്ങളെ ഡിസപ്പോയിന്റഡ് ആക്കിയെന്നാണ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കുന്നത്. എല്ലാവരും ഒരേ സ്വരത്തിൽ കുറ്റം പറയുന്നത് ഇന്ത്യൻ ടീമിന്റെ ബാറ്റിങ്ങിനെ തന്നെയാണ്. ബാറ്റിങ്ങിൽ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഇന്ത്യ ഇനി അങ്ങോട്ട് കൂപ്പുകുത്തും. ചാമ്പ്യൻസ് ട്രോഫിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് മിഡിൽ ഓർഡറിൽ മികച്ച താരങ്ങളെ പ്ലേസ് ചെയ്യണം. സഞ്ജുവിന് അവസരങ്ങൾ കൊടുക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. സഞ്ജു അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരാൻ പോകുന്ന ഏകദിന സീരീസിൽ സഞ്ജുവിനെ അവസരം കിട്ടാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. കോച്ച് ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീം മൊത്തത്തിൽ പൊളിച്ചെഴുതാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യ കളി തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.